بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم سبحان الله سبحان الله سبحان الله سبحان الله سبحانك ربي سبحانك سبحانك ما أعظم شانك سبحانك ربي سبحانك بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഈ ലോകത്ത് നന്മയുടെ പ്രകാശകിരണങ്ങൾക്ക് വിത്തുപാകാൻ കരുണാവാരിധിയായ അള്ളാഹു അവൻ്റെ പ്രതിനിധികളെ നിയോഗിക്കുന്നുണ്ട്. കാര്യകാരണബന്ധിയായ ദൈവിക നിയോഗങ്ങൾ ഏറ്റെടുത്ത പ്രതിനിധികളെ പ്രവാചകന്മാരെന്നും ഔലിയാക്കളെന്നും ഉലമാക്കളെന്നും അവരുടെ പദവികൾക്കനുസരിച്ച് ലോകം ആദരവോടെ വിളിക്കുന്നു. മുത്ത് റസൂലിൻ്റെ ജീവിതകാലത്ത് തന്നെ പരിശുദ്ധ മതത്തിൻ്റെ ദീപശിഖയുമായി ഏതു കൊടുങ്കാറ്റിനും പ്രകൃതിക്ഷോഭത്തിനും ഊതിക്കെടുത്താൻ കൊടുക്കാതെ നെഞ്ചുറപ്പിൻ്റെ നെരിപ്പോടിലിട്ട് ഊതിയിരിച്ച് ലക്ഷ്യം കണ്ട മാലിക്കുദ്ദീനാറടക്കമുള്ള പൂർവ്വസൂരികളുടെ പ്രവർത്തന പ്രഭാവം ഇന്നും നമുക്ക് തൊട്ടറിയാൻ പാകത്തിൽ തലമുറകളായി കാത്തുരക്ഷിച്ചവരാണ് നമ്മുടെ പണ്ഡിത ലോകം. സ്വന്തം ജീവിതം കൊണ്ട് അവർ പലതും നമ്മെ പഠിപ്പിച്ചു. നെഞ്ചുറപ്പിൽ അവർ പ്രവാചകന്മാരെ ഓർമ്മപ്പെടുത്തി. ത്യാഗത്തിൽ അവർ സ്വഹാബാക്കളെ കാണിച്ചു തന്നു. അറിവിലും ആത്മാർത്ഥതയിലും അവർ അയിമ്മത്തിനെ പരിചയപ്പെടുത്തി. പ്രബോധനത്തിലും പ്രവർത്തനത്തിലും അഖ്താബുകളെയും ഔലിയാക്കളെയും അവർ അവതരിപ്പിച്ചു. നന്മയുടെ സ്നേഹാംബരത്തിൽ അനേകലക്ഷം നക്ഷത്രങ്ങളായി അവർ മിന്നിത്തിളങ്ങി. അവരിൽ പ്രഭാവം കൊണ്ടും ചിന്താവൈഭവം കൊണ്ടും ആധ്യാത്മ പരിശുദ്ധി കൊണ്ടും വ്യത്യസ്തരും സർവജ്ഞരുമായ രണ്ട് പ്രകാശദീപങ്ങളെ പരിചയപ്പെടുത്തുകയാണിവിടെ. മഹാനായ താജുൽ ഉലമ അസയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അൽ ബുഖാരി എന്ന ഉള്ളാൾ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മൗലാന നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, ഒരു നൂറ്റാണ്ടിനെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ തക്കവിധം ഉജ്ജ്വലവും ഉദാത്തവുമായിരുന്നു രണ്ടു പണ്ഡിതരുടെയും വിജ്ഞാന പ്രപഞ്ചം. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ പ്രകാശഗോപുരങ്ങളിൽ നിന്നും കൊളുത്തിയെടുത്ത രണ്ടു വിളക്കുകൾ വരും നൂറ്റാണ്ടുകൾക്ക് കൂടി വെളിച്ചമായി മാറി. ഇനിയൊരിക്കലും അണയാത്ത വിധം ആത്മീയ ലോകത്തിൻ്റെ ഹൃദയഭദ്രതയിൽ അവർ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഈ വിളക്കിനടുത്തിരുന്നവർക്ക് ഉള്ളും പുറവും പ്രകാശിതമായി. സർവപ്രാപഞ്ചിക നിയമങ്ങളെയും മറികടന്ന് ആ പ്രകാശം ഓരോ അണുവിലേക്ക് മരിച്ചിറങ്ങി. സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് ഈ വിളക്കുകൾ ദിശ നിർണയിച്ചു. ചരിത്രം എക്കാലവും ഓർക്കുന്ന അധ്യക്ഷന്മാരായി താജുൽ ഉലമയും നൂറുൽ ഉലമയും. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 29-ാം പൗത്രനായി സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ സന്താന പരമ്പരയിൽ സയ്യിദ് അബൂബക്കർ കുഞ്ഞിക്കോയ തങ്ങളുടെ മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അൽ ബുഖാരി പിറന്നു വീണു. ഹിജ്റ 1341 റബീഉൽ അവൽ 25-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു മഹാനവറുകളുടെ ജനനം. അതിശ്രേഷ്ഠമായ ജനനവും വിശിഷ്ടമായ ബാല്യവും പഠനത്തിനും പ്രവർത്തനത്തിനും വേണ്ടി സമർപ്പിച്ച യൗവനവും താജുൽ ഉലമയുടെ ജീവിതത്തിൽ ഒരു നവയുഗ സൃഷ്ടിയുടെ ഒരുക്കങ്ങളായിരുന്നു. സയ്യിദ് എന്നതിലുപരി മഹാപണ്ഡിതനും കൂടിയായിരുന്നു മഹാൻ. ആധികാരിക പണ്ഡിത സഭ അതിൻ്റെ അമരത്തുരുത്തി ആജീവനാന്തം ആദരിച്ചത് ആ മഹാപ്രതിഭയുടെ മഹത്വം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. അല്ലെങ്കിൽ താജുൽ ഉലമയുടെ അമരത്വം സമസ്തയെ അമരത്വത്തിലേക്ക് നയിച്ചു എന്നും പറയാം. അന്ന് സമസ്തയെ നയിച്ചിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ്
തൻ്റെ സാന്നിധ്യത്തിലും അഭാവത്തിലും മഹാനായ താജുൽ ഉലമയെ അധ്യക്ഷസ്ഥാനത്തിരുത്തി ആദരിച്ചു പോന്നു. താജുൽ ഉലമ തൻ്റെ സേവന തട്ടകമായി തെരഞ്ഞെടുത്തത് മഹാനായ ഉള്ളാൾ സയ്യിദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന ദക്ഷിണ കർണാടകത്തിലെ ഉള്ളാളം ആയിരുന്നു. സയ്യിദ് മദനിയുടെ ചാരത്ത് വിജ്ഞാനത്തിൻ്റെ മറ്റൊരു മദീന പടുത്തുയർത്തുകയായിരുന്നു മഹാനായ ആ ജ്ഞാനവല്ലഭൻ. പിന്നീട് ജനസമൂഹം ഉള്ളാൾ തങ്ങൾ എന്ന് മഹാനവറുകളെ ആദരവോടെ വിളിച്ചു പോന്നു. ആദർശധീരതയ്ക്ക് പേരുകേട്ട സ്വഭാവവിശേഷമായിരുന്നു തങ്ങളുടേത്. സത്യം ആരുടെ മുമ്പിലും വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം തൻ്റെ അഗാധമായ ഇൽമിൻ്റെ ഉപോൽപ്പന്നമായിരുന്നു. ഏതു വിഷയവും ദർസ് നടത്താനുള്ള വാഗ്മിത്വവും തഹ്കീക്കും തങ്ങളവറുകളെ പണ്ഡിതന്മാർക്കിടയിലെ കനക കിരീടമാക്കി. സമൂഹം തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും വഴിതെറ്റുമ്പോഴും സയ്യിദ് അവറുകൾ ധീരതയോടെ സമൂഹത്തിൽ ഇടപെട്ടു. ശാന്തത വേണ്ടിയിടത്ത് ശാന്തമായും പുഞ്ചിരിക്കേണ്ടിടത്ത് പുഞ്ചിരിച്ചും ശാസിക്കേണ്ടിടത്ത് ശാസിച്ചും ഗർജിക്കേണ്ടിടത്ത് ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയും വിട്ടുനിൽക്കേണ്ടിടത്ത് സംയമനം പാലിച്ചും മഹാനവറുകൾ പഴയകാല ഇമാമുമാരുടെ ജീവിതം അതേപടി ആധുനിക മുസ്ലിമിന് കാണിച്ചു കൊടുത്തു. ഒരു പരിഷ്കർത്താവ് ആധ്യാത്മ വഴിയിലെ അത്യുന്നത പടവുകൾ കയറി ഉന്നത വിലായത്തിൻ്റെ സിംഹാസനത്തിലെ രാജകിരീടമായി ശോഭിച്ചു. ആത്മീയ രഹസ്യങ്ങളുടെ കലവറകൾ ഒന്നൊന്നായി അള്ളാഹു തുറന്നു കൊടുത്തപ്പോഴും മഹോന്നത ശരീഅത്തിൻ്റെ പ്രൗഢിയിൽ ലാളിത്യത്തിൻ്റെ ശുഭ്രവസ്ത്രമണിഞ്ഞ് തങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ കൊടിയേന്തി നല്ലൊരു നായകനായി നിന്നു. ജനഹൃദയങ്ങൾ കീഴടക്കിയ ആ സയ്യിദ് കേരള, കർണാടക എന്നീ 2 സംസ്ഥാനത്തിലെ ആത്മീയ ചലനത്തിൻ്റെ തലപ്പത്തിരുന്നു ലോകത്തിനു മുഴുവൻ വഴികാട്ടിയായിത്തീർന്നു. മഹാനായ നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന അഭിവന്ദ്യ ഗുരു സമാനതകളില്ലാത്ത പ്രതാപത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും സമഗ്ര ചിന്തയുടെയും അതീവ ബുദ്ധിവൈഭവത്തിൻ്റെയും ഉടമയായിരുന്നു. ആ മഹാജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. അവിടുത്തെ ഒരു ചെറു ചലനം പോലും നൂറ്റാണ്ടുകളുടെ പഠനമാണ് നൽകുന്നത്. ഒരു യുഗപരിഷ്കർത്താവിന് ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും പരിപൂർണമായി സമ്മേളിച്ച വ്യക്തിപ്രഭാവം. ലോകാവസാനം വരെ നീണ്ടു നിൽക്കാൻ പ്രാപ്തമായ വൈജ്ഞാനിക മുന്നേറ്റത്തിന് തിരികൊളുത്തിയ ധിഷണ വിസ്ഫോടനമാണ് എം.എ. ഉസ്താദ് നടത്തിയത്. ഒരു നാടിൻ്റെ, ഒരു കാലഘട്ടത്തിൻ്റെ വിജ്ഞാനദാഹം തീർത്തുകൊണ്ടിരുന്ന തൃക്കരിപ്പൂർ ഉടുമ്പുംതലയിലെ മുക്രിക്കാൻ്റെ അവിടെ എന്ന ഓത്തുപള്ളിയിൽ വിദ്യയുടെ ഈറ്റില്ലത്തിൽ ഈ വിദ്യാഭ്യാസ വിചക്ഷണൻ പിറന്നു വീണു. 1924 ജൂലൈ 1 തിങ്കളാഴ്ച സുബഹയോടടുത്ത സമയം ഈ പ്രപഞ്ചത്തിന് വിജ്ഞാന വെളിച്ചത്തിൻ്റെ പുതിയൊരു സൂര്യോദയം സംഭവിക്കുകയായി. പിറന്നു വീണത് തന്നെ ഇൽമിൻ്റെ മടിത്തട്ടിലായതുകൊണ്ട് ഈ ദുനിയാവിലെ ആദ്യത്തെ ശ്വാസം വിശുദ്ധ ഖുർആൻ നിത്യവും മുഴങ്ങുന്ന ഗുണാത്മകാന്തരീക്ഷത്തിൻ്റേതായിരുന്നു. ജന്മസിദ്ധമായ ജ്ഞാനതൃഷ്ണ ഉസ്താദ് കെടാതെ സൂക്ഷിച്ചതിനാൽ ലോകത്തിന് മുഴുവൻ വെളിച്ചമായ ആ ജ്ഞാനവിളക്ക് അനേക ലക്ഷങ്ങൾക്ക് വഴികാട്ടിയായി. പരിശുദ്ധ ഖുർആനിൻ്റെ മധുരധോരണി കേട്ടുണർന്ന ബാല്യം, അഗാധ ജ്ഞാനികളായ രക്ഷകർത്താക്കളുടെ പരിപാലനം, ആധ്യാത്മീയ സാഗരങ്ങളായ ഗുരുവര്യന്മാരുടെ ശിക്ഷണം, അക്കാലത്തെ മുർഷിദീങ്ങളായ ഔലിയാക്കളുടെ സഹവാസം, അതെ, എം.എ. എന്ന അത്ഭുതത്തെ ലോകം വരവേൽക്കുകയായിരുന്നു. അവിടുത്തെ ഒരു സെക്കൻഡ് പോലും പാഴായില്ല, ഒരു ശ്വാസം പോലും വൃഥാവിലായില്ല. അസാമാന്യ ധൈര്യവും കരുത്തും ശാരീരിക ക്ഷമതയും വിപ്ലവ വീര്യവും ദ്രുതചിന്തയും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും മഹാനവറുകളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. കാലം നമുക്ക് വേണ്ടി കരുതിവെച്ച ഈ മഹാഗുരുവിൻ്റെ നൂറ്റാണ്ടിൽ ജീവിക്കാൻ സാധിച്ചതുതന്നെ എത്ര ഭാഗ്യമാണ്. നൂറുൽ ഉലമയുടെ കൂടെ ഒരു നേരത്തെ സഹവാസം മതി ഒരു യഥാർത്ഥ മനുഷ്യന് ഇരുലോക വിജയം കൈവരിക്കാൻ. ഒരു നേരത്തെ ശിക്ഷണം മതിയാകും ഒരു പണ്ഡിതന് ജ്ഞാനത്തിൻ്റെ മറുകര കടക്കാൻ. ഒരു നേരത്തെ നിർദ്ദേശം മതി ഒരു പ്രവർത്തകന് ഒരു പ്രദേശത്ത് ധർമ്മവിപ്ലവം തീർക്കാൻ.
ഒരു നേർത്ത പുഞ്ചിരി മതി ഒരു ദുഃഖിതന് സന്തോഷത്തിൻ്റെ സ്വർഗം കണ്ടെത്താൻ. അല്ലാഹുവേ, ഒരു തലോടൽ മതി ഒരു അനാഥയ്ക്ക് അവൻ്റെ ജീവിത ഭദ്രതയ്ക്ക്. ആത്മീയതയുടെ ഉന്നത സോപാനത്തിലിരുന്ന പല സമകാലികരും ദിവ്യാനുരാഗമെന്ന മധുര നിർവ്വാണത്തിൽ മൗനത്തിൻ്റെ വാത്മീകത്തിലേക്ക് ഉൾവലിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഗുരു നമുക്ക് വേണ്ടി സംസാരിച്ചു. അത്യുന്നതിയുടെ സിംഹാസനത്തിലിരിക്കുമ്പോഴും ലാളിത്യത്തിൻ്റെ വസ്ത്രമണിഞ്ഞു നമ്മിലേക്കിറങ്ങി വന്നു. ദീനിനു വേണ്ടി മഹാനവറുകൾ ത്യാഗമനസ്ഥിതിയോടെ പ്രവർത്തിച്ചു. എത്രയോ ദൂരസ്ഥലങ്ങളിലേക്ക് പോലും ആ ചെറിയ പാദങ്ങൾ നീട്ടിവെച്ച് നടന്നുപോയി. തൻ്റെ പാദം പതിഞ്ഞിടത്തെല്ലാം ധർമ്മവിപ്ലവത്തിൻ്റെ പുതുമ പൂങ്കാവനങ്ങൾ തീർത്തു ഈ പ്രസ്ഥാന നായകൻ. പരസഹസ്രം പണ്ഡിതന്മാർക്ക് ഗുരുവര്യനായി, ബഹുഭാഷാ പണ്ഡിതനായി, ഉജ്ജ്വല വാഗ്മിയായി, ചിന്തകനായി, എഴുത്തുകാരനും കവിയുമായി എമ്മെ ലോകത്തോട് സംവദിച്ചു. തൻ്റെ കണ്ണും കാതുമെത്താത്ത ഒരു മേഖലയുമുണ്ടായിരുന്നില്ല അക്കാലത്ത്. ഗണിതവും ഗോളശാസ്ത്രവും രാഷ്ട്രമീമാംസയും ചരിത്രവും എന്നിങ്ങനെ ഏതിലും കഴിവ് തെളിയിച്ചു ആ മഹോന്നതൻ. തുടിക്കുന്ന യൗവനത്തിൽ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ പോലും സാന്നിധ്യമറിയിച്ചു ഈ പോരാളി. വാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു ഉസ്താദിൻ്റെ തൂലികയ്ക്ക്. കനപ്പെട്ട ഗ്രന്ഥങ്ങളടങ്ങിയ പരശതം സൃഷ്ടികൾക്ക് ജീവൻ നൽകിയ ഗ്രന്ഥകാരൻ. ഏത് വിഷയവും ലളിതമായി അനാവരണം ചെയ്യാനുള്ള അറിവും അവഗാഹവുമുണ്ടായിരുന്നു ആ തൂലികയ്ക്ക്. പണ്ഡിതസഭയായ സമസ്തയുടെ ജനകീയതയ്ക്ക് പിറകിലുള്ള ധിഷണ പിൻബലം എം.എ. ഉസ്താദായിരുന്നു. സമസ്തയും SYS-ഉം മറ്റും നടത്തിയ വിപ്ലവകരമായ മുന്നേറ്റങ്ങളും പ്രമേയങ്ങളും പദ്ധതികളും എല്ലാറ്റിനും പിറകിൽ ഈ പ്രതിഭയുടെ ബുദ്ധിവൈഭവമാണെന്നറിയുമ്പോൾ ഒരു കാലഘട്ടം ഈ മഹാനേതാവിന് മുമ്പിൽ ശിരസ്സു നമിക്കുന്നു. നാം ഇന്ന് കാണുന്ന വ്യവസ്ഥാപിതമായ മദ്രസാ പ്രസ്ഥാനത്തിൻ്റെ ശില്പി നൂറുൽ ഉലമയാണ്. ഓത്തുപള്ളികളിൽ മാത്രം ഒതുങ്ങിയ ദീനീ വിദ്യാഭ്യാസത്തിന് ചിട്ടയും ചട്ടക്കൂടും വേണമെന്ന തൻ്റെ ചിന്ത നിരന്തര ലേഖനങ്ങളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പണ്ഡിത സഭയെയും സമൂഹത്തെയും ഉസ്താദ് ബോധ്യപ്പെടുത്തി. അതിൻ്റെ ഫലമായാണ് ഇന്ന് കാണുന്ന വിധത്തിലുള്ള മദ്രസാ പ്രസ്ഥാനം സാധ്യമായത്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ നായകരിൽ ഉസ്താദ് പ്രധാനിയായി. അവസാന കാലം വരെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റായി മഹാനവറുകൾ തുടർന്നു. എല്ലാ പ്രവർത്തനത്തിലും ഒപ്പം തന്നെയുണ്ടായിരുന്നു താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ. ആ രണ്ട് മഹാദീപങ്ങൾ ഒന്നിച്ചു ജ്വലിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് നടന്നത്. മുന്നിൽ നടന്ന മഹാരഥന്മാർ നമ്മുടെ വഴികൾ സുഗമമാക്കി, ഭയരഹിതമാക്കി. വഴിയിലെ ഫിത്നകളെയും ബിദ്അത്തിനെയും അനാചാരങ്ങളെയും അസാമാന്യ ഹിമ്മത്തുകൊണ്ടും അറിവുകൊണ്ടും നിഷ്പ്രഭമാക്കി നമുക്ക് അവർ വഴികാട്ടികളായി. ആ യാത്രയിൽ അധ്യക്ഷത വഹിച്ച മഹാനായ താജുൽ ഉലമ ദൗത്യനിർവഹണത്തിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ എല്ലാം തൻ്റെ സഹയാത്രികനെ ഏൽപ്പിച്ച്, തൻ്റെ കൂട്ടുകാരൻ്റെ കൈയിലേൽപ്പിച്ച് പരിപൂർണതയുടെ സംതൃപ്തയാമത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങി. ഒരു പണ്ഡിത ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലെയും കടമകൾ നിർവഹിച്ചായിരുന്നു ആ മടക്കം. അതിനുശേഷം നൂറുൽ ഉലമ സമസ്തയുടെ പരമോന്നത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടു. പണ്ഡിതർക്ക് കനക കിരീടം ചാർത്തിയ താജുൽ ഉലമയുടെ അഭാവം ഉമ്മത്തിന് വേദന നൽകിയപ്പോൾ പ്രസ്ഥാനത്തിന് പ്രകാശ കിരീടമായി നൂറുൽ ഉലമ ആ വേദനകളിൽ മരുന്ന് പുരട്ടി ആദർശക്കോട്ടയുടെ പ്രധാന കവാടത്തിൽ കാവൽ നിന്നു. ഔന്നിത്യത്തിൻ്റെ പരമകോടിയിൽ ലാളിത്യത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയപ്പോൾ പ്രസ്ഥാന നായകർ ഒന്നടങ്കം ആ പ്രൗഢ നേതൃത്വത്തിന് കീഴിൽ അണിനിരന്നു. പണ്ഡിത സമൂഹത്തിന് നൂറുൽ ഉലമയുടെ നേതൃത്വം പുതിയൊരു ആവേശമായി. അഗാധ ചിന്തയുടെ ആൾരൂപവും ധിഷണാവൈഭവത്തിൻ്റെ സൂര്യതേജസ്സുമായ മഹാപണ്ഡിതനെ ആത്മീയ കേരളം അല്ലെങ്കിൽ ആഗോള മുസ്ലിം സമൂഹം ആദരവോടെ നെഞ്ചിലേറ്റി. എന്നാൽ ഏതൊരു മഹോന്നതിയുടെയും പരിപൂർണത സർവജ്ഞനായ രാജാധിരാജനിലേക്കുള്ള മടക്കമാണെന്നത് പ്രപഞ്ച സത്യം. ആ സത്യം ഉൾക്കൊണ്ട് ആ മഹാദീപം മടങ്ങാനൊരുങ്ങി. ഒരു പണ്ഡിതനും മരണമില്ല, ആ പ്രകാശത്തിന് അന്ത്യവുമില്ല. പക്ഷേ തീനാളമെരിയുന്ന മൺചിരാതിന് ഉറവിടത്തിലേക്ക് യാത്ര തിരിക്കേണ്ടതുണ്ടായിരുന്നു.
ജീവിതത്തിലുടനീളം ഇലാഹി സംഗമത്തിന് സർവസജ്ജനായിരുന്ന ആ മഹായോഗി 2015 ഫെബ്രുവരി 17 ഹിജ്റ 1436 റബീഉൽ ആഖിർ 28 പ്രപഞ്ചനാഥനിലേക്ക് യാത്രയായി. താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും വിയോഗങ്ങൾ തമ്മിൽ വലിയ അകലമില്ലായിരുന്നു. ജീവിതത്തിൽ ഒന്നിച്ചു പ്രവർത്തിച്ചതുപോലെ അവർ യാത്രയിലും അകലം കുറച്ചു. അവർ രണ്ടുപേരും പടുത്തുയർത്തിയ വിജ്ഞാന ഗോപുരം ജാമിഅ സഅദിയ്യയുടെ തിരുമുറ്റത്ത് മഹാനായ MA ഉസ്താദിന് അന്ത്യവിശ്രമസ്ഥാനമൊരുക്കി. സഅദിയ്യയുടെ ഉത്ഭവത്തിന് കാരണക്കാരനും ഉസ്താദിൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന മഹാനായ കല്ലട്ര ഹാജിയുടെ അരികിൽ താൻ പോറ്റി വളർത്തിയ അനാഥ അഗതികളുടെ സ്നേഹസ്വരങ്ങൾ കേട്ട്, മുത്തഅല്ലിമീങ്ങളുടെ ജ്ഞാന സംവാദങ്ങളേറ്റ്, ഖുർആനിൻ്റെ മധുരധ്വനി കേട്ട് നൂറുൽ ഉലമ നമ്മോടുകൂടെ അവിടുത്തെ പുണ്യമക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിടുന്ന് കൊളുത്തിയ പ്രകാശനാളം സഅദിയ എന്ന പ്രസ്ഥാനമായി ലോകത്തിന് വഴികാട്ടുന്നു. ഒരു നാടിൻ്റെ വളർച്ചയുടെ അടയാളമായി മാറിയിരിക്കുന്നു സഅദിയ. 46 വർഷം, 30-ലധികം സ്ഥാപനങ്ങൾ, 1000-ലധികം ജീവനക്കാർ, 7000-ലധികം പഠിതാക്കൾ, 20,000-ലധികം പൂർവ്വ വിദ്യാർത്ഥികൾ. സഅദിയ വളരുകയാണ്, ഒപ്പം ഒരു സമൂഹവും. നമുക്ക് സഅദിയയെ ഒന്ന് പരിചയപ്പെടാം. മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും പടുത്തുയർത്തിയ സഅദിയ എന്ന വിജ്ഞാന വിപ്ലവത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 1971 മഹാനായ കല്ലട്ര അബ്ദുൽ ഖാദിർ ഹാജി തൻ്റെ സ്വന്തം വസതിയിൽ തുടങ്ങിവെച്ച ഒരെളിയ ശ്രമം വളർന്നു പന്തലിച്ച് ആഗോള മുസ്ലിമീങ്ങളുടെ വൈജ്ഞാനിക പദ്ധതികളിൽ സമുന്നത സ്ഥാനമലങ്കരിക്കുന്നു. അത് ഈ മഹാപ്രതിഭകളുടെ തണലിൽ സാധിച്ചെടുത്ത വിപ്ലവകരമായൊരു മുന്നേറ്റമായിരുന്നു. അന്ന് താജുൽ ഉലമ പ്രസിഡന്റും നൂറുൽ ഉലമ സെക്രട്ടറിയുമായിരുന്ന അവിഭക്ത കണ്ണൂർ ജില്ലാ സമസ്ത മഹാനായ കല്ലട്രയുടെ വീട്ടിലുണ്ടായിരുന്ന ശരീഅത്ത് കോളേജ് ഏറ്റെടുക്കുകയും സമസ്ത നടത്തിയിരുന്ന ബോർഡിംഗ് മദ്രസയും ചേർത്ത് മതഭൗതിക സമന്വയമെന്ന പൊതുവിപ്ലവത്തിന് തുടക്കമിട്ടു. ചന്ദ്രഗിരിയുടെ തീരത്ത് വിരിഞ്ഞ് ലോകാലോകങ്ങളിൽ വിജ്ഞാന വസന്തം തീർത്ത മഹാനായ സഈദ് മുസ്ലിയാരുടെ നാമധേയത്തിൽ സ്ഥാപനത്തിന് സഅദിയ എന്ന് പേരിട്ട് പ്രവർത്തനമാരംഭിച്ചു. 2 മഹാപ്രതിഭകളുടെ അവിരാമ പ്രയത്നവും സുന്നി കേരളത്തിൻ്റെ പിന്തുണയും നേടി സഅദിയ വളർന്നു. കാസർഗോഡ് നഗരത്തിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയുള്ള കളനാട് ദേളിയിലെ സഅദാബാദിൽ ദീർഘദർശകരായ പണ്ഡിത മഹത്തുക്കളാൽ ശിലയിട്ട ഈ പുണ്യപൂങ്കാവനം ഉഭയവിദ്യയുടെ പ്രഭയണിഞ്ഞ് അനാഥ സംരക്ഷണത്തിൻ്റെ പുണ്യം നേടി അഗതികൾക്ക് താങ്ങും തണലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജ്ഞാനദാഹം തീർത്ത് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ സജീവമായ ഇടപെടലുകൾ നടത്തി ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നു. ആത്മസംസ്കരണത്തിനൊപ്പം വിദ്യയുടെ വ്യാപനം കൂടിയുണ്ടായാലേ സുരക്ഷിതവും സംസ്കാരസമ്പന്നവും സമ്പൽ സമൃദ്ധവുമായ രാജ്യനിർമ്മിതിയിൽ നവതലമുറയെ പങ്കാളികളാക്കാൻ കഴിയുകയുള്ളൂ എന്ന മഹാനായ MA ഉസ്താദിൻ്റെ ദീർഘദർശനത്തിന് ഇവിടെ പ്രസക്തിയേറുകയാണ്. ഒപ്പം ആത്മീയ മുന്നേറ്റവും അതുമൂലം പാരത്രിക മോക്ഷവും നേടിയെടുക്കാനും മുസ്ലിം ഉമ്മത്തിനെ പാകപ്പെടുത്താനും വേണ്ടി ഉസ്താദിൻ്റെ നിതാന്ത പരിശ്രമം ഇവിടെ വിജയം കാണുകയാണ്. സഅദിയയുടെ വിജയം കേരളത്തിലുടനീളം ഈ പ്രകാരമുള്ള ധാരാളം ദീനീ സ്ഥാപനങ്ങൾ ഉയരുവാൻ കാരണമായി. ആയതിനാൽ സഅദിയക്ക് ഉമ്മുൽ മആഹിദ്, സ്ഥാപന സമുച്ചയങ്ങളുടെ മാതാവ് എന്ന നാമം കൂടി അലങ്കാരമായി ചേർത്തപ്പെട്ടു. നന്മയുടെ കാരണക്കാരന് കിട്ടുന്ന നിലക്കാത്ത പ്രതിഫലം നൂറുൽ ഉലമ ആസ്വദിക്കുന്നുണ്ടാവണം. ദീനീ വിജ്ഞാനത്തിൻ്റെ അഗാധതകളിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ടെത്തിച്ച് ഇലാഹിയായ വിധിവിലക്കുകളുടെ പവിത്രതയും പുണ്യവും ഹൃദയത്തിലാവാഹിച്ച് മതവിദ്യയിലൂടെ ഉദ്ബുദ്ധതയും പാരത്രിക വിജയവും നേടുന്ന ഒരു പണ്ഡിത നിരയെ വാർത്തെടുക്കുവാൻ വേണ്ടി സഅദിയ ശരീഅത്ത് കോളേജ് സ്ഥാപിതമായി. ഈ ക്യാമ്പസിൻ്റെ പ്രൗഢിയും പ്രതാപവും വിളിച്ചോതുന്ന ശരീഅത്ത് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് സഅദി പണ്ഡിതന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദീനീ സേവനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർമ്മശാസ്ത്രത്തിലും വിശ്വാസ വിഷയങ്ങളിലും അറബി ഭാഷയിലും
പ്രത്യേക പ്രാവീണ്യം നേടിക്കൊടുക്കുന്ന പണ്ഡിതർക്കു മാത്രം പ്രവേശനമുള്ള സഅദിയ തഖസുസ് കോഴ്സിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പണ്ഡിത പ്രതിഭകൾ ഒഴുകിയെത്തുന്നു. സ്കോളർഷിപ്പോടെ മതവിഷയങ്ങളിൽ ഗവേഷണത്തിനും ആഴത്തിലുള്ള പഠനത്തിനും അവസരമൊരുക്കി പ്രഗത്ഭ പണ്ഡിതന്മാരുടെ മേൽനോട്ടത്തിൽ നൂറുൽ ഉലമ റിസർച്ച് സെന്റർ സഅദിയയുടെ വൈദഗ്ധ്യത്തിന് മാറ്റുകൂട്ടുകയാണ്. മതവിഷയങ്ങളിലും പൊതുവിഷയങ്ങളിലും മാസ്റ്റർ ബിരുദം നൽകി വിവിധ ഭാഷകളിൽ പ്രാഗൽഭ്യം നേടിയ പ്രസംഗ പ്രബോധകരെയും സാഹിത്യ നിപുണരെയും വാർത്തെടുത്ത് ദീനീ ദഅവത്ത് കാലഘട്ടത്തിനനുയോജ്യമായ വിധം സാധ്യമാക്കിയ ദഅവ കോളേജും ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ്. 10ാം തരത്തിൽ ഉന്നത മാർക്ക് നേടിയവർക്കാണ് ഇതിൽ പ്രവേശനം. ഹൈസ്കൂൾ തലം മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ശരീഅത്ത് പഠിക്കുവാൻ സഹായകമായ ജൂനിയർ ശരീഅത്ത് കോളേജ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അസാധാരണത്വം പരിശുദ്ധ ദീനിൻ്റെ പ്രബോധന ദൗത്യങ്ങളിൽ ഫലപ്രദമായി വിനിയോഗിക്കുവാനും ദിവ്യവചനത്തിൻ്റെ പുണ്യം ഇഹപര ജീവിത വിജയത്തിന് ഉപയുക്തമാക്കുവാനും പരിശുദ്ധ ഖുർആൻ യഥാർത്ഥമായി മനഃപ്പാഠമാക്കിയ പണ്ഡിതരെ സമൂഹത്തിനാവശ്യമുണ്ടെന്ന തിരിച്ചറിവിൽ അതീവ ശ്രദ്ധയിൽ പരിപാലിക്കപ്പെടുന്ന ഹിഫ്ലുൽ ഖുർആൻ കോളേജ് ഈ സ്ഥാപനത്തിൻ്റെ പുണ്യമാണ്. പാരായണ വൈവിധ്യത്തിൻ്റെ മഹാപ്രപഞ്ചത്തിലേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്നതോടൊപ്പം കർമ്മശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിക്കൊടുക്കുന്ന വിസ്മയ വിദ്യാഭ്യാസത്തിൻ്റെ പറുദിസയാണ് സഅദിയ ഹിഫ്ലുൽ ഖുർആൻ കോളേജ്. പിതാവിൻ്റെ വിയോഗം കാരണം സാമൂഹികമായി പിറകിൽ നിന്നുപോയ ഒരു തലമുറയുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി 1984 സഅദിയയിൽ യത്തീംഖാന സ്ഥാപിതമായി. അനാഥ സംരക്ഷണത്തിൻ്റെ പരപുണ്യം കൊണ്ട് സഅദിയയുടെ പവിത്രമണ്ണ് പുളകമണിഞ്ഞു. നൂറുൽ ഉലമയുടെ പിതൃവാത്സല്യത്തിൽ ഈ പിഞ്ചുമക്കൾ അനാഥത്വം മറന്ന് പുഞ്ചിരിക്കുമ്പോൾ സഅദിയ ധന്യതയുടെ നിറവിൽ ലോകത്തിന് മാതൃകയാവുകയാണ്. സഹായികൾക്കും സഹകാരികൾക്കും വേണ്ടി പിഞ്ചനാഥകൾ എല്ലാ ദിവസവും ഇവിടെ ദുആ ചെയ്യുമ്പോൾ സ്വീകാര്യ പ്രാർത്ഥനയുടെ കറാമത്തുകൾ സഅദിയയെ വിശ്വാസികളുടെ ആശാകേന്ദ്രമാക്കി മാറ്റുന്ന കാഴ്ച നേരിട്ടനുഭവിക്കുക തന്നെ വേണം. അനാഥ കുട്ടികളെ അവരുടെ വീട്ടിൽ തന്നെ സംരക്ഷിക്കുകയും പഠനവും മറ്റു ചെലവുകളും സഅദിയ ഏറ്റെടുത്ത് നടത്തുന്ന ഓർഫൻ ഹോം കെയർ ഫലപ്രദമായി ഇന്നും നടന്നുപോരുന്നു. അനാഥകളല്ലെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിലെ അഗതികളായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി താമസിച്ചു പഠിക്കുവാനും മതപഠനവും പൊതുവിദ്യാഭ്യാസവും നേടിയെടുക്കുവാനും സഅദിയയിൽ അഗതി മന്ദിരം പ്രവർത്തിക്കുന്നു. സ്ഥാപനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നാണ് സഅദിയ അഗതി മന്ദിരം. സ്ഥാപനകാലം മുതൽ സഅദിയയുടെ ഭാഗമാണ് സഅദിയ ബോർഡിംഗ് മദ്രസ. സാമ്പത്തിക ഭദ്രതയുള്ളവരുടെ മക്കൾക്ക് മികച്ച അക്കാദമിക് അന്തരീക്ഷത്തിലും ധാർമ്മിക ശിക്ഷണത്തിലും താമസിച്ചു പഠിക്കുവാനും ദീനീ ചിട്ടയും ജീവിത നിലവാരവും ഉയർത്തുന്നതിലും ബോർഡിംഗ് മദ്രസ സമൂഹത്തെ സഹായിക്കുന്നു. വിദഗ്ധരായ അധ്യാപകർ ഇവിടെ 24 മണിക്കൂറും സേവന സജ്ജരാണ്. സഅദിയ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സഅദിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രൗഢിയും പ്രതാപവും വിളിച്ചോതുന്നു. മദ്രസ പഠനത്തോടൊപ്പം ധാർമ്മികാന്തരീക്ഷത്തിൽ KG തലം തൊട്ട് +2 വരെയുള്ള ക്ലാസുകളിൽ 2500-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ ജീവിത വിജയത്തിൻ്റെ മധുര മന്ദഹാസവുമായി പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഏറ്റവും മികച്ച അക്കാദമിക് നിലവാരം ഉൾക്കൊള്ളുന്ന ഈ സ്ഥാപനം ജില്ലയിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിലകൊള്ളുന്നു. ധാർമ്മികാന്തരീക്ഷത്തിലുള്ള ഹോസ്റ്റൽ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കായി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്ത് വളരാൻ ആഗ്രഹിക്കുന്നവർക്കായി മികവിൻ്റെ സുരക്ഷിത കേന്ദ്രമായി മാറിയ സേഫ് കോച്ചിംഗ് സെൻ്ററും പിഞ്ചു മനസ്സുകളിൽ അക്ഷരമധുരത്തിൻ്റെ വെണ്ണിലാവും ധാർമ്മിക മൂല്യത്തിൻ്റെ തുമ്പപ്പൂക്കളും നൽകി പ്രകൃതി സൗഹൃദാന്തരീക്ഷത്തിൽ മിന്നിത്തിളങ്ങുന്ന കിൻഡർ ഗാർഡനും മലയാളം കന്നഡ മീഡിയം ഹൈസ്കൂളുകളും ക്യാമ്പസിന് പുറത്തുള്ള സഫ ഇംഗ്ലീഷ് സ്കൂളും സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുമ്പോൾ മികവാർന്ന വിദ്യാഭ്യാസ നിലവാരവും സഹവൈജ്ഞാനിക മേഖലയിലെ തിളക്കമാർന്ന നേട്ടങ്ങളും
സ്ഥാപനത്തെ ശ്രദ്ധേയമാക്കുന്നു. ഇതിനെല്ലാം പുറമെ സ്ഥാപനത്തിൻ്റെയും നാട്ടിൻ്റെയും സമൂഹത്തിൻ്റെയും ആത്മീയ പുണ്യത്തിൻ്റെ പ്രകാശനാളമായി എല്ലാ മാസവും നടത്തപ്പെടുന്ന പ്രസിദ്ധമായ ജലാലിയ സദസ്സ്. കുമ്പോൽ സാദാത്തീങ്ങളും മറ്റു പ്രമുഖ സയ്യിദന്മാരും ആലിമീങ്ങളും ഈ സദസ്സിൻ്റെ ആത്മീയതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ആഗ്രഹസാഫല്യത്തിൻ്റെ ഈ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികൾ എല്ലാ മാസവും ഒഴുകിയെത്തുന്നതുകൂടാതെ റമദാൻ 25-ാം രാവിലെ പ്രാർത്ഥനാ സമ്മേളനവും റബീഉൽ അവ്വലിലെ പ്രകീർത്തന സംഗമവും യത്തീമക്കളോടൊപ്പമുണ്ടാവാറുള്ള പ്രാർത്ഥനാ പുണ്യവും ഈ ക്യാമ്പസിനെ പുണ്യങ്ങളുടെ പൂങ്കാവനമാക്കുന്നു. അതുപോലെ ആർട്സ്, സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ അംഗീകൃത ബിരുദ പഠനം സാധ്യമാക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഇസ്ലാമിക പഠനത്തോടൊപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റി അംഗീകൃത അഫ്സൽ ഉലമ കോഴ്സ് നടത്തുന്ന അറബിക് കോളേജും, വിദൂര വിദ്യാഭ്യാസം വഴി ഉന്നത പഠനം കരസ്ഥമാക്കാനുതകുന്ന കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ്, തൊഴിൽ പരിശീലനം നൽകി ഭാവിയുടെ തൊഴിലിടങ്ങളിലേക്ക് യുവാക്കളെ പ്രാപ്തരാക്കുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നവർക്കായി സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം, മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി സ്റ്റഡി സെൻറ്റർ, NCP-UL സ്റ്റഡി സെൻറ്റർ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ സഅദിയയിൽ പ്രവർത്തിക്കുന്നു. ആത്മീയ വെളിച്ചത്തിൻ്റെ കെടാവിളക്കായി ക്യാമ്പസിനകത്തെ വിശാലമായ മസ്ജിദ്, അതുകൂടാതെ വിവിധ നാടുകളിൽ തലയുയർത്തി നിൽക്കുന്ന ധാരാളം മസ്ജിദുകൾ അവിടുത്തെ പ്രദേശവാസികൾക്ക് അറിവ് പകരാനും അവരെ നന്മയിലേക്ക് നയിക്കാനും ഈ കേന്ദ്രങ്ങൾ കാരണമായിട്ടുണ്ട്. 30,000-ലേറെ പുസ്തകശേഖരവുമായി ഒരു അപൂർവ ഗ്രന്ഥാലയം കൂടി സഅദിയ ക്യാമ്പസിനകത്തുണ്ട്. PA ഉസ്താദ് സ്മാരക ലൈബ്രറി, ഇസ്ലാമിക കർമ്മശാസ്ത്രം, സാഹിത്യം, തിയോളജി, ചരിത്രം തുടങ്ങിയവയിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ഉറുദു, മലയാളം, കന്നഡ, അറബി, ഇംഗ്ലീഷ് എന്നീ ഭാഷയിലുള്ള വിവിധ പുസ്തകങ്ങൾ, വിശാലമായ റീഡിംഗ് റൂം എന്നിവ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് സഅദിയയുടെ സംരംഭമാണ് ഷിഫ സഅദിയ ഹോസ്പിറ്റൽ. ചുരുങ്ങിയ ചെലവിൽ നൂതന ചികിത്സാ സംവിധാനങ്ങൾ, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം സഅദിയ ഷിഫ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകതയാകുന്നു. ആരോരുമില്ലാത്തവർ, വിധവകൾ, നിരാലംബർ എല്ലാവർക്കും തുണയാവുകയാണ് സഅദിയ. ഒരു കൊച്ചു ഭവനം സ്വപ്നം കാണുന്നവർക്ക് നൂറുൽ ഉലമയുടെ നാമധേയത്തിൽ ഗൃഹനിർമ്മാണം, വിവാഹ ധനസഹായം, വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ മേഖലകളിൽ കൂടി സഅദിയ കയ്യൊപ്പു ചാർത്തുന്നു. ഇതിനെല്ലാം പുറമെ സാമൂഹിക മുന്നേറ്റത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയാണ് സഅദിയയുടെ സമ്മേളനങ്ങൾ. ആത്മീയം, വിദ്യാഭ്യാസം, കർമ്മശാസ്ത്രം, ആദർശം, ഭാഷ തുടങ്ങിയ ടൈറ്റിലുകളിൽ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സമ്മേളനത്തിന് ആഗോള പ്രതിനിധികളടക്കം പങ്കെടുക്കുന്നു. എണ്ണിയാലൊടുങ്ങാത്ത പുണ്യങ്ങളുടെ പൂങ്കാറ്റു വീശുന്ന സഅദിയയുടെ സൗഭാഗ്യസുന്ദര സ്വർഗഭൂമിയിൽ തൻ്റെ പ്രവർത്തന ഫലങ്ങളുടെ സുഗന്ധമാസ്വദിച്ച് നൂറുൽ ഉലമ അന്ത്യവിശ്രമം കൊള്ളുന്നു. മഹാനായ താജുൽ ഉലമയുടെ സ്മരണകൾ നെഞ്ചിലേറ്റി മഹാനവറുകളുടെ പുത്രൻ ഫസൽ കോയമ്മത്തങ്ങൾ അതിൻ്റെ സാരഥ്യ സിംഹാസനത്തിൽ ഞങ്ങൾക്കൊപ്പമുണ്ട്. നാഥ, സഅദിയക്കും അതിൻ്റെ ശില്പികൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും നീ ഗുണം ചെയ്യണമേ. ഇവയെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും ചെയ്യണമേ. ആമീൻ.